കാൽവരിയിൽ കാണും സ്നേഹമത്ഭുതം വന്യമല്ലഹോ അവൻ്റെ നാവിനാ. കാൽവരിയിൽ കാണും സ്നേഹമത്ഭുതം വന്യമല്ലഹോ അവൻ്റെ നാവിനാൽ. പ്രൈസ് ഗോഡ്. എഹെസ്കേൽ ചാപ്റ്റർ 18 വേഴ്സസ് 27. ദുഷ്ടൻ താൻ ചെയ്ത ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ജീവനോടെ രക്ഷിക്കും. പ്രൈസ് ഗോഡ്. വചനം പറയുന്നു, നാം തന്നെത്താനാണ് നമ്മളുടെ ജീവനെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നാം തന്നെത്താൻ ജീവനെ രക്ഷിക്കും. ദ ലോർഡ് ഈസ് എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ടു സേവ് അവർ ലൈഫ്. എൻ്റെ ജീവനെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രൈസ് ഗോഡ്. എനിക്ക് എൻ്റെ സർക്കംസ്റ്റാൻസസിനെയോ മറ്റൊരാളെയോ കുറ്റം പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവിൽ വരുവാൻ എപ്പോഴും നമുക്കൊരു വേ ഉണ്ട്. ബിക്കോസ് ഹീ ഈസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ആ വേ നമ്മുടെ ഡാർക്ക്നെസ്സിൻ്റെ ഉള്ളിൽ കാണും, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കാണും, നമ്മുടെ സന്തോഷങ്ങളുടെ മധ്യത്തിൽ കാണും. ചിലർ സന്തോഷമുള്ളപ്പോൾ എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ കർത്താവിനെ വിട്ടുപോകും. ചിലർ ജീവിതത്തിൽ നിന്ന് പലതും മാറ്റപ്പെട്ട് ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ വിട്ടുപോകുന്നവരുണ്ട്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും, എല്ലാ ഡാർക്ക്നെസ്സിൻ്റെ മധ്യത്തിലും, എല്ലാ സന്തോഷത്തിൻ്റെ മധ്യത്തിലും ഗോഡ് ഹാസ് എ വേ, ബിക്കോസ് ഹീ ഈസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ നാഥൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എൻ്റെ സന്തോഷത്തിൽ, ഞാൻ നാഥൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എൻ്റെ ദുഃഖത്തിൽ. എന്നെ ഉടഞ്ഞു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്. നാം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാം, ലൈഫ് സേവിങ് മെഷേഴ്സാണ് ഏറ്റവും അവിടെ സീരിയസ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. നമുക്ക് കോഡ് ബ്ലൂ, റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം അവർ നോക്കത്തുള്ളൂ. ഇവിടെ കർത്താവും അങ്ങനെയാണ്. എ വിക്കഡ് പേഴ്സൺ ടേൺസ് അവേ ഫ്രം ദർ വിക്കഡ് വേസ്, ഫ്രം ദർ സിൻഫുൾ വേസ്, സ്റ്റാർട്ട് ഡൂയിങ് ദ ഗുഡ് തിങ്സ്. ഹീ ഈസ് ഓൾവേസ് ദെയർ അവർ ഫുഡ് സ്റ്റെപ്പ് ഇഫ് യു ഓപ്പൺ ദ വേ. ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുവാണെങ്കിൽ, എൻ്റെ ഡോർ തുറന്നു കൊടുക്കുവാണെങ്കിൽ, ഹീസ് ഓൾവേസ് അറ്റ് അവർ ഡോർ സ്റ്റെപ്പ്. ഞാൻ ആ ഡോറൊന്ന് തുറന്നു കൊടുത്താൽ എൻ്റെ അകത്ത് കയറുവാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു കർത്താവ്. പ്രൈസ് ഗോഡ്. ഞാൻ പാവിയാണെന്നോ, ഞാൻ കള്ളനാണെന്നോ, ഞാൻ നീതികെട്ടവനാണെന്നോ, ഞാൻ വിക്കടാണെന്നോ ഒന്നും കർത്താവ് പറയത്തില്ല. ഞാനൊരു ആൽക്കഹോളാണെന്നോ വ്യഭിചാരിയാണെന്നോ ഒന്നുമല്ല കർത്താവ് പറയുന്നത്. എന്നെൻ്റെ ഡോർ തുറന്നു കൊടുത്തോ അന്നു മുതൽ ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ്. അപ്പോൾ എൻ്റെ പഴയ പാവങ്ങളെല്ലാം മാഞ്ഞുപോയി. All my transgressions are blotted away. Hallelujah. Praise God. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവാണ്. അപ്പോൾ എനിക്കാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ലൈഫിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ വരുന്ന നമുക്ക് അറിയാം, ഒരാൾ ആൽക്കഹോൾ കഴിച്ചിട്ട് കാർഡിയക് അറസ്റ്റായിട്ട് വന്നാലോ, സ്മോക്കറായിട്ട് ലിവർ, കിഡ്നി ഒക്കെ പോയിട്ട് വന്നാലോ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ഒക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ മറ്റു പലതരം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത HIV പോലുള്ള രോഗങ്ങളായിട്ട് വന്നാലോ, അവർക്കെല്ലാത്തിനും ഒരു ലൈഫ് സേവിങ് മെഷേഴ്സ് ഉണ്ട്. ആരോടും പറയത്തില്ല, നീ പാവിയായതുകൊണ്ട്, നീ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നിൻ്റെ ശരിയല്ലാത്തത് കൊണ്ട് നിനക്കിത് വന്നു, അതുകൊണ്ട് നിനക്കിനി ഈ ഹോസ്പിറ്റലിൽ ലൈഫ് സേവിങ് മെഷേഴ്സ് ഇല്ല എന്ന് പറയത്തില്ല. അവസാനം വരെ ഒരു ആൽക്കഹോൾ പേഴ്സൺ ആണെങ്കിൽ പോലും അവസാനം വരെ എന്തെല്ലാം ഭാഗങ്ങൾ മുറിച്ചും കിഴിച്ചും ഒക്കെ ആയാലും അവനെ രക്ഷിക്കുവാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ആളാണ് ഹോസ്പിറ്റൽ വർക്കേഴ്സ്. അത് ചിലപ്പോൾ എക്ടമി ആയിരിക്കും, ചിലപ്പോൾ അത് ഓട്ടമി ആയിരിക്കും. എന്ന് വെച്ചാൽ ഓസ്റ്റമി ഓപ്പണിങ്. അവന് ശ്വാസം വിടാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ കഴുത്തിൽ ഒരു കിഴുത്ത കിഴിച്ചിട്ട് അവന് ശ്വാസം വിടുവാനായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. ചിലപ്പോൾ അത് വെന്റിലേറ്റർ പോലെയുള്ള ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ്സും കൊണ്ടായിരിക്കും. നിനക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നിനക്ക് അവിടെ ഒരു ലൈഫ് സേവിങ് മെഷറുണ്ട്. നിൻ്റെ ലിവറൊക്കെ ആൽക്കഹോളും കൊണ്ട് നഷ്ടപ്പെട്ട് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ അവന് എക്ടമി ചെയ്തിട്ട് അതിനെ മുറിച്ചു മാറ്റിയിട്ട് ലൈഫ് സേവിങ് മെഷേഴ്സ് ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവാണ്, യേശു ക്രിസ്തുവാണ് നമ്മളുടെ ആ വേണ്ടാത്ത ഭാഗങ്ങളെ റീപ്ലേസ് ചെയ്യുന്നത്. എൻ്റെ കഴുത്ത് കിഴിക്കണ്ട, എൻ്റെ ലിവർ മാറ്റണ്ട, എൻ്റെ കിഡ്നി മാറ്റണ്ട, എൻ്റെ പാൻക്രിയാസ് മാറ്റണ്ട.
എൻ്റെ ശരീരഭാഗങ്ങൾ, എൻ്റെ വേണ്ടാത്ത ചീഞ്ഞ അവസ്ഥകൾ മാറിപ്പോയിട്ട് അവിടെ ഫില്ല് ചെയ്യുന്നത് കർത്താവിൻ്റെ നല്ല ആ വ്യക്തിത്വമാണ്, കർത്താവിൻ്റെ നല്ല ഭാവമാണ്, കർത്താവിൻ്റെ നല്ല രൂപമാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ഓസ്റ്റമിയും എക്ടമിയും ഒന്നുമില്ല. ദ പ്രസൻസ് ഓഫ് ഗാഡ്, ഹീസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അതാണ് നമുക്ക് ലൈഫ് സേവിങ് മെഷർ. നമ്മുടെ ശരീരത്തിലാകട്ടെ, നമ്മുടെ മനസ്സിലാകട്ടെ, നമ്മുടെ ആത്മാവിലാകട്ടെ, ഇല്ലാത്ത വേണ്ടാത്തതായതും ഇല്ലാത്തതുമായ എല്ലാ പ്രൊസീജിയറും അവിടെ ഒരു പ്രോസസ്സിൽ കൂടി വാഷിംഗ് എന്ന ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടുള്ള വാഷിംഗ് കൂടി നാം ശുദ്ധീകരിക്കപ്പെടുന്നു. ഹോസ്പിറ്റലുകളൊക്കെ പ്ലാസ്മ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻസും ഫിൽട്രേഷൻസും ഒക്കെയുണ്ട്. വേണ്ടാത്തതിനെ എടുത്തു കളഞ്ഞിട്ട് നല്ലതിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, പ്രത്യേകിച്ചും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനൊക്കെ നമുക്കറിയാം പ്ലാസ്മ എക്സ്ചേഞ്ചുകളൊക്കെ നടക്കാറുണ്ട്, ക്യാൻസറിനും ഒക്കെ. എന്നാൽ ഇവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എന്നെ സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്. എനിക്ക് രോഗമുള്ളപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ലേ? പോയെങ്കിൽ മാത്രമല്ലേ അവരെന്നെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ലൈഫ് സേവർ. ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായി വരുന്ന ഒരാൾക്ക് പലതും നഷ്ടപ്പെട്ട് ശരീരഭാഗങ്ങളും മനസ്സും സമ്പാദ്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടായിരിക്കും അവൻ്റെ വീട്ടിലോട്ട് തിരിച്ചു കയറുന്നത്. എന്നാൽ ഇവിടെ നാം ഒരു പുതിയ മനുഷ്യനായിട്ട് ഉണർവോടെയാണ് വരുന്നത്, ശക്തിയോടെയാണ് വരുന്നത്, പൂർവാധികം ശക്തിയോടും ഭംഗിയോടും പൂർണ്ണ കർത്താവിൻ്റെ രൂപത്തോടും ഭാവത്തോടും കൂടിയാണ് വരുന്നത്. പ്രൈസ് ഗോഡ്. അതിനാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത്. ഹീ ഈസ് ഓൾവേസ് അറ്റ് അവർ ഡോർ സ്റ്റെപ്പ്. ഹീ ഈസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. എനിക്ക് വേണ്ടി മരിച്ച കർത്താവ്, ലോകത്തിന് വേണ്ടി മരിച്ച കർത്താവ്, എൻ്റെ സിൻഫുൾ വേസിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യം, വലിയ സമ്പാദ്യം, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ കർത്താവെ നീയല്ലാതെ വേറെ ഒന്നുമില്ല. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.